തൊപ്പിയുടെ യൂട്യൂബ് പൂട്ടിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാർത്തയായി കേട്ടോ. അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന കേസ് തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ പൂട്ടി. അതിനൊക്കെ തൊപ്പിക്ക് എന്തെങ്കിലും ശിക്ഷയൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ഇതിനുള്ള രസം എന്നാ അറിയോ, ഈ ഒരു അവസ്ഥ വരെ ഈ തൊപ്പി എത്തുന്ന ഒരു സാധനമുണ്ട്. അത് ആദ്യം മുതലേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്നറിയോ, നമ്മുടെ ഈ സൈബർ സെൽ എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ചെറിയ പ്രശ്നമുണ്ട്. എവിടെയെങ്കിലും ഒരു പ്രശ്നം ഒരുത്തം തുടങ്ങുന്ന കണ്ടാൽ അവർ വേണം ആക്ഷൻ പെട്ടെന്ന് എടുക്കാൻ പറ്റണത്. ഇവിടെ കൂടെ അവരെ നിർത്തിക്കണം. ഇത് ക്രൈം ചെയ്യാൻ അനുവദിക്കാതിരിക്കാൻ പറ്റുന്നൊരു ഏരിയ ആണ് സൈബർ പ്ലേസ്. മനസ്സിലാവുന്നത് അത് ഇങ്ങനത്തെ ക്രൈംസ് നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലായാൽ അത് ഈസിയാണ് മനസ്സിലാക്കാൻ. ഒരു കൊലപാതകം നടക്കാൻ പോകുന്നുണ്ട് എന്നറിഞ്ഞാൽ അത് വേണേൽ തടയാൻ പറ്റും പോലീസിന്. ഈ കൊലപാതകം ചെയ്യാൻ പോകുന്നവനെ വേണേൽ പിടിച്ചുകൊണ്ട് പോകുക ചെയ്യാം. പക്ഷെ ഇതറിയുന്നില്ല. മോഷണം നടക്കാൻ പോകുന്നുണ്ട്, ഒരുത്തൻ കണ്ട് ഇങ്ങനെ മതിലിയാടി കയറിയിട്ട് വീട്ടിൽ കയറുന്നൊരുത്തൻ കണ്ട് പോലീസിനെ വിളിച്ച് പറഞ്ഞാൽ അവനെ പിടിക്കാൻ പറ്റും. അപ്പോൾ ആ മുതൽ പോകുന്നില്ല അവിടെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ സൈബർ സ്പേസ് എന്ന് പറയുന്നിടത്ത് ഇതുവരെ ഉണ്ടായ സകല സൈബർ കുറ്റകൃത്യങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് സൈബർ സെല്ലിന് ആദ്യമേ തടയാൻ പറ്റും. അതായത് മറ്റേ പിള്ളേർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ തന്നെ ആക്ട് ചെയ്യണം. അല്ല അത് കണ്ട് ഇതെന്താ അവിടെ ഭയങ്കര അടിയ. ഈ തൊപ്പിമാരും നമ്മൾ പ്രശ്നം തുടങ്ങിയിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ട് തൊപ്പി ഈ സാധനം വിടുന്നറിയും, ഇങ്ങനെ തൈറ്റൊക്കെ കാണിക്കുന്നത്. അതുവരെ നോക്കി നിൽക്കുന്നില്ല. അതൊക്കെ ഈ പിള്ളേർക്കൊന്നും അതിനുള്ള വിവരമൊന്നുമില്ല. ഇത് ചെയ്യരുത് അത് ചെയ്യരുത്. എനിക്കും ചിലതൊന്നും അറിയത്തില്ല. എനിക്കറിയത്തില്ല ഞാൻ അറിയാത്ത എന്ത് കാര്യം ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായോ? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒന്നത് സൈബർ എന്ന് പറയുന്ന സ്ഥലത്തെ കുറ്റകൃത്യങ്ങളായിട്ട് ഇപ്പോൾ പരിഗണിച്ച് വരുന്ന സാധനങ്ങളൊന്നും എല്ലാവർക്കും വലിയ ധാരണയൊന്നും ഉണ്ടായെന്ന് വരത്തില്ല. അത് ഏറ്റവും പുതിയൊരു മീഡിയ ആണ്, സോഷ്യൽ മീഡിയ ആണ്. ഇവന്മാർക്കും അറിയത്തില്ല സോഷ്യൽ മീഡിയ എന്തോന്ന്. ആ ടീമുകൾ ഇരുന്ന് നോക്കി അതുകൊണ്ടാണ് അവർ നോക്കിയിരിക്കുന്നത്. ഇതൊരു സംഭവം തുടങ്ങും പറയാം, അടുത്ത എന്താണ്, അടുത്ത ഇങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. സ്വമേധയാ ഈ പറഞ്ഞ ആൾക്കാരെ വിളിച്ച് ഇവിടെ വരുത്താൻ പറ്റുമല്ലോ. അവരെ അവിടെ വെച്ച് നിർത്തി ഇത് പരിഹരിക്കുകയല്ലേ വേണ്ട. അല്ലാതെ കുറ്റകൃത്യത്തിലേക്ക് എത്തുന്നവരെ ഇതെന്ത് എൻ്റർടൈൻമെൻ്റ് ആണെന്നോ സൈബർ സെല്ലുകാർക്ക്? അവർ ഇവിടെ നിന്ന് വീഡിയോ കഴിച്ചേക്കുക, എല്ലാം കാണുന്നുണ്ടല്ലോ. നിങ്ങളെന്ത് ഇത് ഇങ്ങനെ ചിന്തിക്കാതെ? എന്തിനാണ്, ആരാണ് തുടങ്ങിയത്? അപ്പം തന്നെ നിർത്തണം. എവിടെന്നേലും ഇങ്ങനത്തെ സാധനം തുടങ്ങുമ്പോൾ തന്നെ അവരെ വിളിച്ച് വിട്ടെടുത്ത് അടുത്ത കേസ് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക. ഇമാരെ പോലീസ് അന്വേഷിക്കണം. അല്ലാതെ പബ്ലിക്കിൽ ഇങ്ങനത്തെ പണി കാണിക്കാൻ അനുവദിക്കരുത്. കാരണം ഒരു കുറ്റകൃത്യം എന്ന് പറയുന്ന സാധനം സാധ്യത മനസ്സിലാവാത്ത പോലീസ് എന്ന് പറയുന്നത് ഒരു ഇൻ്റലിജൻറ്റ് പോലീസ് അല്ല. ഞാൻ വേണേൽ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഓരോന്ന് തുടങ്ങും. ഇവിടെ എന്തെല്ലാം നടക്കുന്നതെന്ന് അറിയോ? ഈ ഓൺലൈനിൽ കിടന്ന് കച്ചറ തന്നെ കച്ചറ. ഇതെല്ലാം പെട്ടെന്ന് സൈബർ സെല്ല് വേണം നിർത്താൻ. അവർ അങ്ങോട്ട് വിളിക്കണേ. ഇവരെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഈ കണ്ടന്റ് ശരിയാകുന്നില്ല, ഇനി അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യരുത്, മറ്റവരെയും വിളിക്കാൻ പറയണം. ഈ രണ്ട് കൂട്ടരോടെ കൊണ്ടുവന്നിരുത്തിയ പ്രശ്നം അപ്പം പരിഹരിച്ച് വിടാമെങ്കിൽ ഈ കേസ് കൂട്ടാൻ വേണ്ടി ഇരിക്കുന്ന ആയതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു കേസായി, വാർത്ത എന്തൊക്കെയോ ആയി. പിന്നെ ഇതിനു മുമ്പ് മനസ്സിലാക്കാൻ പറ്റും, ഈ പിള്ളേർ തുടങ്ങിയിട്ട് കുറേ നാളായനെ. ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ട് അടി തുടങ്ങിയിട്ട് അതാക്കി ഇതാക്കി, ഇവൻ അതാണ് ഇവൻ മറ്റേതാണെന്ന് പറയുമ്പോൾ ഇവനൊന്നും അടുത്തെടുത്തിടും. ഇവർ വിചാരിക്കുന്നില്ല ഇവൻ്റെ ദേഷ്യത്തിന് ഈ പിള്ളേരല്ലേ. അവരെ അങ്ങനെ ഈ കുറ്റകൃത്യത്തിലേക്ക് എത്തിക്കുന്ന എന്തിനായിരുന്നു? സൈബർ അടം പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഫസ്റ്റ് വീഡിയോ വരുമ്പോൾ തന്നെ അറിയാം ഇത് പ്രശ്നമാകാൻ പോകാൻ. അത് അവിടെ വെച്ച് പരിഹരിക്കുകയോ ചെയ്യേണ്ടത്, അല്ലാതെ മറ്റേ ക്രൈം പോലെ അല്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുത്തും ബോംബ് ആരെ ചുറ്റി വരുന്നൊന്നും പോലീസ് കണ്ടു കാണത്തില്ല, അറിഞ്ഞു കാണത്തില്ല. പക്ഷേ ഇത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. അതിനകത്ത് ഈ നാട്ടുകാർ മൊത്തം കണ്ടപ്പോഴും സൈബർ സെല്ല് കണ്ടില്ല. അവർ വെയിറ്റ് ചെയ്തിരിക്കുക ഇവൻ ഇത് എന്തെങ്കിലും അതിക്രമം കാണിക്കുന്ന വരെ. അതെന്താ അവിടെ വെച്ച് നിർത്താത്തെ? ഇത് ആദ്യമേ ആ പിള്ളേരെ ബ്ലോക്ക് ചെയ്യണം. അവിടെ വിളിക്കണവരെ. പരിപാടി തുടങ്ങി. ഇവിടെ പലരും ഉണ്ടല്ലോ, ഇനിയുണ്ട് ഒത്തിരി പേര്. ഈ പലർക്കെതിരെയും പരാതിക്ക് വെയിറ്റ് ചെയ്യുന്നത് എന്തിനാ? മനസ്സിലാകുന്നുണ്ടോ? ഇത് ആരെങ്കിലും ഹാം ചെയ്യുന്ന സാധനമാണെന്ന് മനസ്സിലായാൽ പിന്നെ ഈ പറഞ്ഞ പോലെ തെറ്റായ വാർത്തകൾ വിടുന്ന എന്തുകൊണ്ട് സൈബർ സെല്ല് പിടിച്ചിട്ടില്ലെന്ന് എനിക്കറിയത്തില്ല. ഓരോരുത്തരെ പറ്റിയും ഒരുപാട് തെറ്റായ വാർത്തകൾ മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്കുണ്ടായിട്ടുണ്ട് അനുഭവം. അതൊക്കെ സ്വമേധയാ അത് തിരുത്തണ്ടല്ലേ? അതെന്തുകൊണ്ടാണ് ഒരു പോലീസ് ഒരു സെറ്റപ്പ് തന്നെ ആ ഒരു വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അനങ്ങാതിരിക്കുക? ഇതൊക്കെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യുക. ഈ കള്ളവാർത്തയുടെ പുറകെ അടുത്തത് ഇതൊക്കെ പിന്നീട് ഇതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ശീലമായി പോകുന്നേ. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കൺട്രോൾ എന്ന് പറയുന്ന സാധനം മനസ്സിലാവുന്നില്ലേ ശരിക്കും എന്താണെന്ന്? എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യാമെന്ന് അറിയത്തില്ലല്ലേ? ആകെ അറിയാവുന്നത് പഴയ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു, എന്നിട്ട് സൈബർ എന്ന് പറഞ്ഞൊരു കുറച്ച് കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ കുത്തിയിരിക്കുന്നു, അവിടെ ഇതുപോലെ പരാതി വരുമ്പോൾ അത് പ്രോസസ്സ് ചെയ്യുന്നു. ഇതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് റോങ് ആണ്. ഈ സ്പേസിന് ഇങ്ങനെയല്ല അത് ഇടപെടേണ്ടത്. ഈ സ്പേസിൽ കൂടെ അകത്ത് ചെല്ലാനും പറ്റും, അതുപോലെ തന്നെ അവിടെ തന്നെ ഇടപെട്ട് എല്ലാവരെയും എല്ലാം പഠിപ്പിക്കാൻ പറ്റും, എല്ലാവരെയും പല രീതിയിൽ നന്നാക്കാനും പറ്റും, എല്ലാം പറ്റും. എന്നിട്ട് എന്തുകൊണ്ടാണ് യൂട്യൂബർമാരെയും ഒക്കെ ഒരു പരിധി വരെയൊക്കെ നോക്കിയാൽ ഇവിടുത്തെ ഈ സൈബർ തട്ടിപ്പുകൾ, സൈബർ കുറ്റവാളികൾ തീർത്ത കെണിയാവാമത് നിങ്ങളുടെ സമ്പാദ്യം ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ച് മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ സംഭവം എന്ന് വെച്ചാൽ ജഡ്ജിയുടെ പേരിൽ പ്രധാനമന്ത്രിയാന്ന് പറഞ്ഞാലും മറ്റേ പോലീസാന്ന് പറഞ്ഞാലും ഒന്നും നിങ്ങൾ വിശ്വസിക്കരുതെന്ന് പറയുന്ന ഗതികളൊന്നും ഓർത്ത് വയ്ക്കുക. സൈബർ കുറ്റവാളികൾ എന്ത് കുറ്റവാളി അവന്മാർ കൊള്ളാമല്ലോ. അപ്പോൾ ജഡ്ജിൻ്റെ ഒക്കെ പേര് വന്ന് കോൾ ചെയ്ത് പറ്റിച്ചിട്ട് പോവുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഉടനെ ഫോണിൽ കൂടെ നാട്ടുകാരെ മൊത്തം വിളിച്ച് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഓടി രക്ഷപ്പെട്ടോളെ. അതിൽ ഗതികേടാ. വേറെ ഒരു രാജ്യത്ത് ഇങ്ങനത്തെ മെസ്സേജ് കേൾക്കുന്നില്ല. അപ്പോൾ ഇന്ത്യക്ക് എന്താ കുഴപ്പമുണ്ടെന്ന്. പക്ഷേ ഇതെങ്ങനെ നിർത്തും, എന്ത് ചെയ്യും, അതൊന്നും അറിയത്തില്ല. അത് ഞങ്ങൾ പഠിച്ചില്ലെന്ന്. കാരണം പഴയ ഒരു സിസ്റ്റത്തിനകത്ത് തന്നെ നിൽക്കുന്നത് ഇവരുടെ പ്രൊസീജിയേഴ്സൊക്കെ. അതായത് ഈ സൈബർ എന്ന് പറഞ്ഞ ഇടത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമുക്ക് മറ്റേ പഴയ സിസ്റ്റത്തിലുള്ള ടൈപ്പ് ഒരു പരാതി വരണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആളുകളൊക്കെ വന്നിരിക്കണം.
ഇതൊക്കെ കേൾക്കണം, എന്നിട്ട് അവിടെ ചെല്ലണം. തെളിവെടുക്കാനൊക്കെ പോയത് കണ്ടില്ലേ, ട്രൈപോഡൊക്കെ എടുത്തിട്ട് വന്നില്ലേ പോലീസ് എൻ്റെ കേസിൽ, ഓർക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഫെയിലർ ആണെന്നുള്ളത് എനിക്കത് അനുഭവം വന്നപ്പോഴാണ് മനസ്സിലായത്. ഇവന്മാർ എന്തൊരു മണ്ടത്തിലാണ് ഇവന്മാർ സമയം കളഞ്ഞത്. അന്നത്തെ ദിവസം 4 പോലീസുകാർ ഒരു ജീപ്പും വന്നത് ഒന്ന് ഓർത്ത് വയ്ക്കുക. അത്രയും നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് ഇവന്മാരുടെ മണ്ടത്തരവും വിഡിത്തരവും കാരണം. വിവരം ഇല്ലാത്തതുകൊണ്ടാണ്, സിസ്റ്റം എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും പഠിച്ചവന്മാരോട് ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. ഇവരെന്തോ പഠിച്ചേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലാപ്ടോപ്പ് പോലും ഉപയോഗിക്കാൻ പഠിച്ചു കാണും, അല്ലെങ്കിൽ ഇതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ നോക്കി അത് കാണാം എന്നുള്ളത് പഠിച്ചിട്ടിരിക്കുക, അല്ലാതെ അതിനപ്പുറത്തോട്ട് വലിയ ബോധമൊന്നുമില്ല. പിന്നെ സൈബർ എന്ന് പറയുന്ന സാധനം ഏറ്റവും പുതിയതാണ്, ഏറ്റവും ന്യൂജൻ ഒരു എന്താ പറയുക, ഏറ്റവും പുതിയ മീഡിയ ആണ്. അതിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, പലതും സംഭവിക്കാം. അപ്പോൾ അത് ഓരോ പ്രാവശ്യം അത്രയും ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് മുൻപരിചയം വെച്ചിട്ടൊന്നും ഇതിനകത്ത് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ ടൈപ്പ് ഇത് എന്ത് സ്വഭാവമാണ്, ഇത് എന്ത് ടൈപ്പ് ഓഫ് സാധനമാണ്, ഇത് അനലൈസ് ചെയ്യാനും ഇതിന്റെ ആക്ഷൻ എടുക്കാനൊക്കെ നല്ല സ്പീഡ് വേണം. അല്ലാതെ ഇങ്ങനെ വായും വിളിച്ചിരുന്നതെല്ലാം കണ്ടിട്ട് അവസാനം ഇത് വലിയ കുറ്റകൃത്യം പറഞ്ഞോ എന്ന് അവരും അപ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? ഇനി ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ സൊല്യൂഷൻ ഉണ്ടാക്കിയത് ചാരിറ്റി തട്ടിപ്പിന് മൊത്തം ഇവിടുത്തെ ലോകത്ത് എവിടെയും ചാരിറ്റി തട്ടിപ്പ് നിർത്താൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് കൊടുക്കുന്നത്. ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞ ആപ്പും വെബ്സൈറ്റും ഒക്കെ ഉണ്ടാക്കിയത്, ട്രാൻസ്പെറന്റ് ഫണ്ട് റൈസിംഗ് ആൻഡ് ഫണ്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ഈ ഒരു പെർമനന്റ് സൊല്യൂഷൻ ആണ് അതിന്. അതപ്പോൾ ഗവൺമെന്റ് ഫോഴ്സ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സാധനം. അത് ഇവിടെയുള്ള സകല പ്രശ്നം ഇനി ലൈസൻസ് കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇത് പ്രവർത്തിക്കാൻ അനുവദിക്കത്തില്ല ഇങ്ങനെ ഒരു വെബ്സൈറ്റോ ആപ്ലിക്കേഷനോ ഇല്ലാതെ. കാരണം ട്രാൻസ്പെറന്റ് ആയി കഴിഞ്ഞാൽ പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റും, ആർക്കും തട്ടിപ്പ് വെട്ടിപ്പ് നടത്താൻ പറ്റാതെ. ചാരിറ്റി എന്ന് പറയുന്ന മൊത്തത്തിലുള്ള ഈ സംവിധാനത്തിനുള്ള പേരുദോഷം മൊത്തം മാറ്റി ഇനി മനുഷ്യരെ അകമഴിഞ്ഞ് സഹായിക്കുന്ന തരത്തിൽ മറ്റുള്ളവർക്കെല്ലാം പ്രയോജനകരമായ രീതിയിൽ ഇടയ്ക്ക് നിൽക്കുന്നവർ അടിച്ചു മാറ്റാതെ ഏറ്റവും മാന്യമായ ഏറ്റവും അന്തസ്സായ രീതിയിൽ ഈ പറഞ്ഞൊരു പ്രവൃത്തി, ഈ ചാരിറ്റി എന്ന് പറയുന്ന ഒരു നല്ല മനസ്സിനെ ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഒരു പട്ടിക്ക് പോലും മനസ്സിലായിട്ടില്ല. ഇവിടുത്തെ ഗവൺമെന്റ് മനസ്സിലായില്ലത്, ഇല്ലെങ്കിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യത്തില്ലേ. ഞാൻ ഇലക്ഷൻ നിന്നപ്പോൾ എന്താ പറഞ്ഞത്, ട്രാൻസ്പെറന്റ് ഗവർണൻസ്, ഗവൺമെന്റ് ഓൺ യുവർ ഫിംഗർ ടിപ്പ് എന്ന് പറയുന്ന സാധനം ആർക്കും മനസ്സിലായില്ല. 220 പേർക്ക് മനസ്സിലായിട്ടാണോ വോട്ട് ചെയ്തത് എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ 220 പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നടത്തി തരാനേ. ഈ സൈബർ പ്രശ്നങ്ങൾ വേണേ എനിക്കൊരു വർഷം തന്നാൽ ഞാൻ വേണേ ആ ഓഫീസ് അടക്കം ഇതിന്റെയൊക്കെ സ്ഥലത്ത് കയറി ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത പലതും എനിക്ക് കിട്ടും. നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ ഇത് ചിന്തിക്കാൻ ഇത്ര നാളായിട്ടും ആ പാലാരിവട്ടത്തെ സിഗ്നലിന്റെ ടൈമിംഗ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് പാലാരിട്ടല്ല, എടപ്പള്ളി സിഗ്നൽ ടൈമിംഗ് പണ്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഇതിന്റെ ടൈമിംഗ് തെറ്റാണ്, ഈ ടൈമിംഗ് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കൺജഷൻ കുറച്ച് കുറയുമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഏതായാലും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ പറയത്തില്ല, കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ നമ്മളെ വിളിച്ചിട്ട് താങ്ക്സ് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്, അതിനുള്ള മാന്യത കാണിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. പക്ഷേ അല്ല, അവർക്ക് തന്നെ തോന്നി കാണിച്ചല്ലോ കുറച്ച് കഴിയുമ്പോൾ. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, എനിക്ക് തോന്നി കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് തോന്നിയത്. അപ്പോൾ ഇവർക്ക് തോന്നിയേക്കാൾ 3 മാസം മുമ്പ് എനിക്ക് തോന്നണമെന്ന് പറഞ്ഞാൽ ഞാനല്ലേ അവരൊക്കെ ബെറ്റർ അല്ലേ? ശരിയല്ലേ? അത്രയും പഠിച്ചിട്ട് അതേ സിസ്റ്റം നോക്കിയിരുന്നിട്ട് ഇത്രയും കൊല്ലം വായും പിടിച്ചിരുന്നവർക്ക് തോന്നിയില്ല. അവനൊക്കെ തോന്നുന്നതിന് 3 മാസം മുമ്പ് വഴിയെ പോയി 4 പ്രാവശ്യം സിഗ്നൽ പെട്ടതിന്റെ പേരിൽ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ അവിടെ എങ്ങനെ ഇരുന്ന് എന്തൊക്കെ എനിക്ക് തോന്നുന്നു അല്ലേ? ഞാൻ ഈ റോഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ കറങ്ങി നടന്നാൽ മതി, ട്രാഫിക്കിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്തുകൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത്, ആക്സിഡന്റ് കുറയ്ക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ കൂടെ സ്പീഡ് മാനേജ് ചെയ്യാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു തരും. ഞാൻ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി കുരുക്കഴിച്ച് വരുന്ന ആളാണ്. ഇറങ്ങി നിന്ന് അവിടെ ഇവിടെയൊക്കെ കാണിച്ച് അങ്ങോട്ട് നിർത്തി ഇവിടെ പിടിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി വിട്ട് ഈ സംഭവം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി എടുത്ത് ഇറങ്ങിയിട്ട് പലരും കണ്ടിട്ടുണ്ട് തന്നെ അങ്ങനെയൊക്കെ. ഇനി കലൂരെ കൂടെ മാറ്റാനുണ്ട്. കലൂരെ ഇതുവരെ മാറ്റിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഇപ്പോഴും ചെറിയ പ്രശ്നമുണ്ട്. അവിടെയും കുറച്ചെങ്ങാണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്ര ഭീകരാന്തരീക്ഷം ഇല്ല, എന്നാലും കുറെ കൂടെ സ്ലോ ആക്കാനുണ്ട്. നിങ്ങളൊന്നും ആലോചിക്കുക. അപ്പോൾ അത് പറഞ്ഞ പോലെ ഈ സാധനങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതാണ്. ഞാനിത് പഠിച്ചിട്ട് വന്ന് സംസാരിച്ച് തുടങ്ങുന്ന ആളല്ല. ഇത് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഞാൻ ചുമ്മാ ഇങ്ങനെ കണ്ടന്റ് നോക്കി കോപ്പിയുടെ കോപ്പ് ഒരു വീഡിയോ ഉണ്ടാക്കിയേക്കാം, എന്തെങ്കിലുമൊക്കെ പറയണമെന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ വരുന്ന ഇതൊക്കെ, അല്ലാതെ റിസർച്ച് ഒന്നും സ്റ്റഡി ഒന്നും ചെയ്തിട്ടല്ല ഇത് പറയുന്നത്. ഇതിനകത്ത് തന്നെ കുത്തി ഇരുന്നിട്ട് ഇത്ര നേരം ഇത് നോക്കിയിരുന്നിട്ട് ഇവർക്ക് ഇത് തോന്നുന്നില്ല. ഞാനൊരു കാര്യം കൂടെ ഞാൻ പറയാം. സൈബർ സെല്ലിന്റെ ഓഫീസ് ചെയ്യാൻ പോയപ്പോൾ അതിനകത്ത് പല ഡെസ്ക്ടോപ്പിൽ ഇരുന്ന് അവിടുത്തെ പോലീസുകാർ വർക്ക് ചെയ്യുന്നതിനകത്ത് അവരുടെ ടൈം ഒത്തിരി ആവശ്യമില്ലാതെ ചിലവാകുന്നുണ്ട്. അവിടുത്തെയും ഇവരുടെ പേഴ്സണൽ പല സാധനങ്ങളുണ്ട്, ഇവർ എക്സലിലും വേർഡിലും ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതൊക്കെ തെറ്റാ. ഞാൻ അപ്പം തന്നെ അവരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടത് വേറെ കുറച്ച് സാധനങ്ങളാണ്. അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിന്റെ മേളിൽ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നവരുണ്ടെങ്കിലോ അത് അങ്ങനെ ആക്കി തരാൻ പറയണം. ഇത് ഒരുപാട് ഫയൽസും അവിടെയൊക്കെ ഡെസ്ക്ടോപ്പ് കണ്ടാൽ തന്നെ മാനേജ്മെന്റ് ശരിയല്ല. അവരാണ് അവിടെ നിന്ന് എല്ലാവരും എങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇവർക്ക് ഇതിനെ ഒരു സിസ്റ്റമായിട്ട് യൂസ് ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. അവർ സിസ്റ്റം അല്ല പഠിച്ചേക്കുന്നത്, കമ്പ്യൂട്ടറും എക്സലും വേർഡ് വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ ആ രീതിക്ക് ഏറ്റവും ഈസി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അറിയത്തില്ല. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനും അല്ല യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഈസി ആയിട്ട് യൂസ് ചെയ്യാനും. മനസ്സിലായില്ലേ? തെറ്റിപ്പോയി. അത് അവർക്ക് പറ്റുന്നില്ല. കാരണം എന്താ, അവർക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്ത ടൈപ്പ് ആളുകൾ കൂടുതൽ പേരും. പക്ഷേ എനിക്കിത് എങ്ങനെ ഉണ്ടായിരുന്നത്, ഞാൻ 18 വർഷത്തോളം ഞാൻ എക്സ്പീരിയൻസ് ഉള്ളത് അഡ്മിനിസ്ട്രേഷനിൽ മാത്രമാണ്. ഈ പറഞ്ഞ സിസ്റ്റം മാനേജ് ചെയ്യുന്നതിന് വളരെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന് പല എൻ്റെ കൂട്ടുകാർക്കുള്ള ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ ചെയ്തു കൊടുത്ത ചില സിസ്റ്റം വെച്ചിട്ട് നല്ല ടൈം ആൻഡ് മണി ഒക്കെ സേവ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വേണം ഇനിയും ചെയ്ത് കാണിക്കാം. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ചാറ്റ് വിത്ത് ക്ലാരിറ്റി. മനസ്സിലായി? ഒരു ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ച ആദ്യത്തെ ആളും ഞാനായിരിക്കും. എന്നാൽ വേണം ഞാൻ ചെയ്തു തരാം. എനിക്കൊരു സമയം തന്നെ ഞാൻ ഇതിനകത്തോടെ ഈ ഓഫീസുകളിൽ കൂടെ വട്ടം കറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സകലവിധ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് എനിക്ക് സൈക്കോളജി അറിയാം, കുറച്ച് സൈക്കാട്രി അറിയാമെന്ന് കുട്ടിക്കാം. പിന്നെ ഈ പറഞ്ഞ തൂഫാനെ സഹായിക്കണോ? തൂഫാൻ ആദ്യം വേണ്ടത് ഇതാണ്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ആണ്, ഡി അഡിക്ഷൻ സെന്റേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് മതിയാന്ന് പിടുത്തം.
കാരണം അപകടം അവിടെ ഇരിക്കുന്നത്. അപകടം ഒരിക്കലും അടിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ കൂടുതൽ അപകടമാണ് ഇത് കിട്ടാതെ വന്നാൽ ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിയാത്തതുകൊണ്ടാണോ ഇവരത് ചെയ്യാനെന്ന് എനിക്കറിയത്തില്ല. ഒരു സാധനം നമ്മൾ പെട്ടെന്ന് പിടിച്ച് നിർത്തുമ്പോൾ അതിന് പാരലായിട്ട് അല്ലെ എൻ്റെ ചുറ്റുപാടിൽ ഒരുപാട് അപകടങ്ങളുണ്ട്. അതിനെ സോൾവ് ചെയ്യാൻ ഒന്നും ചെയ്യാതെ ചുമ്മാ ഇറങ്ങി കുറെ പേരെ ഇതില്ല നാളെ ഇത് കിട്ടില്ല എങ്ങനെയൊക്കെയോ ഇത് സ്റ്റക്കാക്കും. അപ്പൊ ഇവന്മാരെല്ലാം ഒതുങ്ങും. എന്നില്ല ഇതിന് പോലീസ് പിടിക്കുന്ന ഈ പുള്ളികൾ എന്ത് ചെയ്യും? കച്ചവടക്കാരനൊക്കെ നിർത്തും. അവനെന്തുവാ? അവനൊരു ഉത്തരവാദിത്വം ഇല്ല. അവരിത് കൊടുക്കണമെന്നില്ല. കുറേ പേര് വട്ടാവും ഇവിടെ. അവരെല്ലാം കൊണ്ട് സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുന്നവരെ കൊണ്ടുപോകും. അതല്ലെങ്കിൽ എന്ത് പറ്റും? അവൻ എന്തിനും അക്രമം കാണിക്കും. അതൊരു ക്രിമിനലായി മാറും. അപ്പൊ കേസിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റും കേട്ടോ. അടിച്ചാലും കൂട്ടാം, അടിച്ചില്ലെങ്കിലും കൂട്ടാം. നല്ല ലാഭം ഉണ്ടെന്നേ ഉള്ളൂ ഈ കച്ചവടത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഈ തൊപ്പിയുടെ പേജ് പൂട്ടുന്ന നേരത്ത് നിങ്ങൾ വിളിക്കുന്ന ജഡ്ജിയിൽ നിന്നോ കസ്റ്റംസിൽ നിന്നോ പ്രധാനമന്ത്രിയിൽ നിന്നോ ആണെന്ന് പറഞ്ഞാൽ അത് സൈബർ കുറ്റവാളികൾ തീർത്ത കെണികളാകാം, നിങ്ങളുടെ സമ്പാദ്യം ഇല്ലാതാക്കാൻ തീർത്ത കെണികളാകാം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ലേ? അതിനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? വേറെ ഒരു രാജ്യത്ത് ഇത് കേൾക്കുന്നില്ല. വേറെ രാജ്യത്തൊക്കെ സൈബർ ഇതുപോലത്തെ തൊപ്പിയെ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഒത്തിരി ബ്ലോഗേഴ്സ്, യൂട്യൂബേഴ്സ് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാർ എല്ലാ ലോകത്തിന്റെ എല്ലാം മൂലയ്ക്കും ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങനത്തെ അനൗൺസ്മെന്റ് കഴിഞ്ഞിട്ടല്ല ഞാൻ ഈ പറഞ്ഞ പോലെ അവർ കുറ്റവാളികളാവുന്നത്. ഇപ്പൊ എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷൻ വിളിക്കുക, ഞാൻ മൈരെന്ന് വിളിച്ചതിനൊക്കെ എനിക്ക് കേസ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഞാൻ വിളിച്ചു ചോദിക്കുകയാണ്, സാർ ഹലോ എങ്ങനെയാ ഫോൺ ഉടനെ കേൾക്കാം, ജഡ്ജിയിൽ നിന്നോ മജിസ്ട്രേറ്റിൽ നിന്നോ കസ്റ്റംസിൽ നിന്നോ ആണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമ്പാദ്യം ഇല്ലാതാക്കാൻ സൈബർ കുറ്റവാളികൾ തീർത്ത കെണികളാകാം അവർ. ഇതിരിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്, ഇതൊരു മാതിരി സൈബർ സെല്ല് പോലെ ആയിപ്പോലും. അല്ല പോലീസ്, ഇപ്പോഴത്തെ പോലീസുകാരുടെ അവസ്ഥ ഞാൻ ഈ നിന്ന പോലെ പോലീസ് ഇതിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാം. ഇതൊക്കെ കേൾക്കുന്നു. ഉടനെ കഴിഞ്ഞിട്ട് ഞാൻ പറയും, ഹലോ സാർ ഞാൻ എൻ്റെ പേരിൽ എന്തോ കേസ് ഉണ്ടല്ലോ, അത് നീ മൈരെന്ന് പറഞ്ഞതിൻ്റെ കേസാണ്. എന്ത് മൈരെന്ന് കേസ്? ഇതൊക്കെ കഴിഞ്ഞിട്ടോ ഇത് കേട്ടിട്ട് കഴിഞ്ഞാൽ അടുത്ത ഞാൻ വിളിക്കുക, സൈബർ കുറ്റവാളികൾ നിങ്ങളുടെ സമ്പാദ്യം ഇല്ലാതാക്കാൻ തീർത്ത കെണികളാവാം അവർ. ജഡ്ജിയാന്ന് പറഞ്ഞാലും പോലീസാന്ന് പറഞ്ഞാലും വിശ്വസിക്കരുത്. ഹലോ അഡ്വക്കേറ്റ് അല്ലേ? ഓക്കെ, എന്താണ് ഇങ്ങനെ ഒരു കേസുണ്ട്? ആണോ? എങ്കിൽ പെട്ടെന്ന് വക്കാലത്തിട്ടേക്ക്. ഓക്കെ. ഇതെല്ലാത്തിന്റെ മുന്നിൽ നമ്മൾ എങ്ങനെ ചിരിക്കായിരിക്കും? നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ഇന്ത്യ മൊത്തം ഇതാ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ എന്തോരം തമാശ പോലെ തോന്നുമെന്ന് വിചാരിച്ചാൽ അത് ഈ മൈരൊക്കെ. അതാണ് മൈര്. ആ മൈരിന് എനിക്ക് കേസുണ്ട്. അമ്പടി എന്ന് പറഞ്ഞൊക്കെ കേസ് ഇവിടെ. അവിടെ അവരെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു നാണക്കിടന്ന്. വേറെ രാജ്യത്തൊന്നും ഇല്ല, നീ ഇങ്ങനത്തെ അലോട്ടൊന്നും ഇല്ല. എന്താ അവിടുത്തെ സൈബർ പോലീസ് വേറെ വല്ലതും കഴിക്കുന്നുണ്ടോ? അല്ല അവർക്ക് എന്ത് എഡ്യൂക്കേഷനാണ് കൂടുതൽ കിട്ടിയതെന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. അല്ല അവരുടെ ഇരിക്കുന്ന കമ്പ്യൂട്ടർ വേറെ ആണെങ്കിൽ അതൊരെണ്ണം മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കത്തില്ല. എന്തിനാ കിടന്ന് ഇങ്ങനെ ഈ ആറാട്ടെണ്ണനെയും തൊപ്പിയെയും ചെകുത്താനെയൊക്കെ പിടിച്ചിട്ട് ഈ ഇങ്ങനെ വാർത്തകളിൽ കൊണ്ട് നിർത്തി ഞങ്ങൾ എന്തോ ഭയങ്കര പിടിച്ചു, ഞങ്ങൾ ഭയങ്കര പിടുത്തക്കാരെ, എത്ര കോടികൾ അവിടുന്ന് ആൾക്കാരുടെ നഷ്ടം വന്നേക്കുന്നത് ഈ സൈബർ തട്ടിപ്പ് അതിൻ്റെ വിർച്വൽ അറസ്റ്റോ വേണ്ട കാണുന്നത്. അതാണ് ആ സാധനത്തിന്റെ കുഴപ്പം. അതെവിടെയോ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഒരുപാട് പേരുടെ സിസ്റ്റവും പോയിട്ടുണ്ട്, ഒരുപാട് പേരുടെ കമ്പനിയുടെ ഒക്കെ പല വെബ്സൈറ്റ് ഹാക്കായി പോയിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരന് ഹാക്ക് നടന്നിട്ട് ചോദിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹാക്കർ അവൻ്റെ ഫോൺ നമ്പർ വരെ കൊടുത്തു, നീ പിടിപ്പിച്ചോളാൻ വന്നിട്ട് അതും നടന്നില്ല. 4 വർഷമാണോ എത്ര വർഷം പറഞ്ഞാൽ അവനോട് ഞാൻ ഇപ്പോൾ വേണേൽ വിളിച്ച് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും അതെന്തോ സംഭവം. ഹാക്കറിന് നമ്പർ കൊടുത്തവൻ, നീ എടുത്തോളെ, ഇവിടെ ഒരു കുഴപ്പമില്ല. അത് പിന്നെ നമുക്കാകെ അറിയാവുന്ന തൊപ്പി ചെകുത്ത് ആറാട്ടെണ്ണൊക്കെ പിടിച്ചിടുക ഏതാണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ. നാളെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവർക്ക് ഇങ്ങനെ ഉളുപ്പില്ല ജീവിക്കാൻ പറ്റുന്ന ഒരു പിടി കിട്ടുന്നില്ല. എന്നിട്ട് ഇവർ വിളിക്കുമ്പോഴും കേൾക്കാം, ആറാട്ടെണ്ണെ പോലീസുകാർ വിളിച്ചാലും കേൾക്കുന്ന ഇതാ, സൈബർ കുറ്റവാളികൾ നിങ്ങളുടെ സമ്പാദ്യം ഇല്ലാതാക്കാൻ തീർത്ത കെണികളായിരിക്കുന്നത്. മൈരെ നിർത്തണം മൈരെ എന്ന് പോലീസുകാർ മനസ്സിൽ പറയുന്നുണ്ടാവും. നാളെ കിടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലോട്ട് ഇതും തെളിച്ചോണ്ടിരുന്നുണ്ട് ഇത് തന്നെ തിരിച്ചും മറിച്ചും കേട്ടോണ്ടിരിക്കുന്ന പോലീസുകാരുടെയും ഒക്കെ അവസ്ഥയൊന്നും ഓർത്ത് നോക്ക്. ഇത് സൈബർ കുറ്റവാളികൾ നമ്മുടെ സമ്പാദ്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊരു തട്ടിപ്പ് ചെയ്യുന്നത് നല്ലത്. ആ അനൗൺസ്മെന്റ് വരെ തെറ്റാ. അവർക്ക് സൈബർ കുറ്റത്തിലൂടെ അവർക്ക് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാ. അല്ലാതെ വലിയ സമ്പാദ്യം ഇല്ലാണ്ടാക്കിയിട്ട് അവരെന്ത് പ്രയോജനം? ഈ അനൗൺസ്മെന്റ് റോങ്, ലോക പൊട്ടത്തരം. റോങ് എന്ന് പറഞ്ഞാൽ റാങ്. ആ റാങ് എന്തൊക്കെ വിളിച്ചു പറയുന്നത്? സൈബർ കുറ്റവാളികൾ നമ്മുടെ സമ്പാദ്യം ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് കാര്യത്തിനാണ് നിർത്തണേ? അവന്മാർക്ക് സമ്പാദിക്കാൻ വേണ്ടി ഇല്ലീഗലായി തട്ടിപ്പ് നടത്തി അവർക്ക് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ അവർ നമ്മുടെ സമ്പാദ്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഇല്ലെന്നേ. ഇതെന്ത് ബോധമില്ല ഇവർക്ക്? ഇവന്മാർക്കെല്ലാം അടിച്ചു പോയോ?